കൈപ്പത്തിരി. ആവശ്യമുള്ള സാധനങ്ങൾ: വറുത്ത അരിപ്പൊടി 2 ഗ്ലാസ്. ഇടിയപ്പത്തിനും പത്തിരിക്കും ഉപയോഗിക്കുന്ന പൊടിയാണിതിന് വേണ്ടത്. 200 ഗ്രാം പൊടി കൊള്ളുന്ന ഇത്തരം ഒരു ഗ്ലാസ്സിലാണ് പൊടിയെടുത്തിരിക്കുന്നത്. തേങ്ങ, ഒരു വലിയ തേങ്ങയുടെ പകുതി ചുരണ്ടിയെടുത്തത്. വെള്ളം 2 ഗ്ലാസ്. പൊടിയുടെ അളവിന് തുല്യമായ അളവിൽ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഉപ്പ് ആവശ്യത്തിന്. ആദ്യം പൊടി വാട്ടിയെടുക്കാം. വെള്ളം അടുപ്പിൽ വെച്ച് ഉപ്പ് ചേർക്കണം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇതൊന്ന് തിളക്കാനായി മൂടി വെക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഒന്നുകൂടെ വെള്ളം നന്നായി തിളക്കുമ്പോൾ പൊടി ചേർക്കാം. തീ സിമ്മാക്കിയതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് 2 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ പൊടി നന്നായി വാടിയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ഇത് കുഴച്ചെടുക്കണം. കുഴക്കാനായി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളം തൊട്ട് ഇത് നന്നായി ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴക്കണം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളായി ഉരുട്ടിയെടുക്കാം. ചെറുനാരങ്ങയേക്കാളും അല്പം കൂടി വലിയ ഉരുളകളായിരിക്കണം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. കയ്യിൽ വെള്ളം തൊട്ട് ഉള്ളം കയ്യിൽ വെച്ചാണ് പരത്തേണ്ടത്. ഇതുപോലെ പരത്തിയെടുക്കണം. ഇപ്പോൾ ഉരുളകളെല്ലാം പരത്തി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് പത്തിരി ഇടാം. മീഡിയം തീയിലാണ് നമുക്കിത് പൊരിച്ചെടുക്കേണ്ടത്. ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ പത്തിരി നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കൈപ്പത്തിരി എല്ലാം റെഡിയായിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. മുട്ട റോസ്റ്റിൻ്റെ കൂടെയും ഇറച്ചിക്കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കൈപ്പത്തിരി.